എല്ലാവർക്കും ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് അപ്കമിംഗ് എപ്പിസോഡിൻ്റെ ഒരു പ്രമോ ആണ്. ജാനകിയും അഭിയും പൊന്നുവും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. പൊന്നുവിൻ്റെ കയ്യിൽ തുണിയിൽ പൊതിഞ്ഞിട്ട് എന്തോ ഒരു സാധനവും ഉണ്ട് കേട്ടോ. പൂജാരി വന്ന് പൊന്നുവിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അഭി പറയുകയാണ്, അവൾ ദേവിക്ക് മുന്നിൽ ദക്ഷിണ വെക്കാൻ വന്നതാണ്, അതാണോ കയ്യിലുള്ളത് എന്ന് ചോദിക്കുകയാണ് പൂജാരി. ആ എന്ന് പറയുകയാണ് പൊന്നു. എന്നിട്ട് അത് തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുകയാണ്, അത് അവളുടെ സമ്പാദ്യമാണ് തിരുമേനി. അവൾക്ക് കിട്ടുന്ന നാണയങ്ങളൊക്കെ അവൾ ആരും അറിയാതെ ഈ ഉണ്ടിയിൽ നിക്ഷേപിക്കും. ഞങ്ങളും ഇത് ഇപ്പോഴാണ് അറിയുന്നത് എന്ന് പറയുകയാണ് അഭി തിരുമേനിയോട്. പൊന്നു പറയുകയാണ്, എനിക്ക് ഇത് ദേവിക്ക് കൊടുക്കണം തിരുമേനി. അച്ചാച്ചൻ വീട്ടിൽ വന്നാൽ ഇത് ദേവിക്ക് കൊടുക്കുമെന്ന് ഞാൻ നേർന്നിരുന്നു. എന്നാ ആയിക്കോട്ടെ, ആത്മസംതൃപ്തിക്ക് നൽകുന്നത് എന്തും നല്ല ദക്ഷിണയാണ്. എന്നാൽ ഞാനിത് ദേവിക്ക് സമർപ്പിക്കട്ടെ എന്ന് പറയുകയാണ് തിരുമേനി. ഇതിനിടയ്ക്ക് പൊന്നു പറയുന്നുണ്ട്, ഇതൊക്കെ ദേവിക്കുള്ളതാണ്. നിങ്ങളുടെ രണ്ടാളുടെയും നന്മ ഈ കുട്ടിക്കുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ വലം വെച്ച് വന്നുകൊള്ളൂ. ദേവി തരുന്ന അനുഗ്രഹമായിട്ട് ദേവിക്ക് വച്ചിരുന്ന കടും പായസം തരാം എന്ന് പറയുകയാണ് തിരുമേനി. അങ്ങനെ അവർ 3 പേരും വീട്ടിലെത്തി. പൊന്നു അച്ചാച്ചന് കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാച്ചന് പായസവും വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോളെ, അച്ചാച്ചന് അധികം മധുരം കഴിക്കാൻ പാടില്ല എന്ന്. പിന്നെ അങ്ങനെ രാത്രിയായപ്പോൾ ജാനകി അഭിയോട് പറയുകയാണ്, പിന്നെ അഭിയേട്ടാ, ഇന്നൊരു സംഭവമുണ്ടായി. അച്ഛന് കടും പായസം കൊടുത്തത് ഓർക്കുന്നില്ലേ? അപ്പോൾ അഭി പറയുകയാണ്, അതിന് അച്ഛനെ കഴിക്കാൻ നീ സമ്മതിച്ചില്ലല്ലോ. ജാനകി പറയുകയാണ്, അതേ, ടേബിളിൽ വെച്ച പായസം എടുക്കാൻ മറന്നാണ് ഞാൻ അച്ഛൻ്റെ റൂമിൽ നിന്ന് പോയത്. പിന്നെ കഞ്ഞിയായിട്ട് റൂമിൽ ചെന്നപ്പോൾ പാത്രത്തിൽ പായസം ഉണ്ടായിരുന്നില്ല എന്ന് സംശയത്തോടെ പറയുകയാണ് ജാനകി. പിന്നെ കാണിക്കുന്നത് അഭി അച്ഛൻ്റെ റൂമിൽ വന്നപ്പോൾ ബെഡിൽ അച്ഛനില്ല. ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അച്ഛൻ എങ്ങോട്ട് പോയി? പെട്ടെന്ന് കാണാം പിന്നിൽ നിന്ന് ഒരു വിളി, മോനെ അഭി. അഭി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ അച്ഛനെയാണ്. ഇത് സ്വപ്നമാണോ അതോ ശരിക്കും അങ്ങനെ സംഭവിച്ചോ എന്നൊന്നും അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.